ജാഹിലിയത്തിൻ്റെ എല്ലാ ദുഷ്പ്രവർത്തനങ്ങളും അവിടെ സുലഭമായി നടന്നിരുന്ന കാലം, ബിംബാരാധന നടന്നിരുന്ന കാലം, മദ്യപാനം സുലഭമായിരുന്ന കാലം, നഗ്നത കാണിച്ച് കഅബാലയത്തിൻ്റെ ചുറ്റും തവാഫ് ചെയ്തിരുന്ന കാലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ബിംബത്തിൻ്റെ മുമ്പിൽ പോയിട്ടും തലകുനിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ബിംബത്തിൻ്റെ മുമ്പിലും തലകുനിക്കാത്ത ഏതാനും ചില ആളുകളാണ് മക്കയിലുണ്ടായിരുന്നത്. അതിലൊന്നാണ് ഉമയ്യത്ത് ഇബ്നു അബി സ്വൽത്ത്, അതിലൊന്നാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഉമയ്യത്ത് ഇബ്നു അബി സ്വൽത്ത് മുസ്ലിമായില്ല, പക്ഷേ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ മുസ്ലിമാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ. അതിലൊന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരാരും നാട്ടുകാർ മുഴുവനും ബിംബാരാധന നടത്തിയപ്പോൾ, ശില്പങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചപ്പോൾ, ഒരു കല്ലിൻ്റെ മുമ്പിലും ഒരു രൂപത്തിൻ്റെ മുമ്പിലും തലകുനിക്കാതെ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് ഒരിക്കലും ഒരു കല്ലിലോ ഒരു രൂപത്തിലോ ആവിർഭാവം പൂണ്ടവനല്ല എന്ന് വിശ്വസിച്ച പ്രധാനികളിൽ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻപന്തിയിലുണ്ട്. ഇസാഫ് നായില എന്ന് പറയുന്ന രണ്ട് ബിംബങ്ങൾ സഫയുടെയും മറുവയുടെയും മുകളിലുണ്ടായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. സഫ മറുവ കുന്നുകൾക്ക് മുകളിൽ രണ്ട് ബിംബങ്ങൾ ഉണ്ടായിരുന്നു. ആ ബിംബങ്ങൾ ഉണ്ടായിരുന്നു, അവരുടെ പേരാണ് ഇസാഫ്, മറ്റൊന്ന് നായില. ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. വിശുദ്ധമായ കഅബാലയത്തിൽ കയറി അതിൻ്റെ ഉള്ളിൽ വെച്ച് വ്യഭിചരിക്കണമെന്ന് നേർച്ചയാക്കുകയും, കഅബാലയത്തിൻ്റെ ഉള്ളിൽ കയറി ഇസാഫും നായിലയും എന്ന കാമുകന്മാർ വ്യഭിചാരം ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു അവരെ കല്ലുകളാക്കി ശിക്ഷിച്ചു എന്നാണ് ചരിത്രം. ആ രണ്ട് കല്ലായി മാറിയ രണ്ട് മനുഷ്യരൂപങ്ങളെ ഒന്ന് സഫയുടെ മുകളിലും ഒന്ന് മറുവയുടെ മുകളിലും കൊണ്ടുപോയി അവരെ സ്ഥാപിച്ചിരുന്നു. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അത് ബിംബാരാധനയായി പരിണമിച്ചു. മക്കക്കാർ ഇസാഫിനെയും നായിലയെയും ദേവനും ദേവിയുമായി കാണാൻ തുടങ്ങി. ആ ബിംബങ്ങൾ മുഴുവനും സഫാ മറുവ മുകളിൽ നിന്ന് തുടച്ചു മാറ്റിയതിനു ശേഷം വിശുദ്ധമായ ഉംറയുടെയും ഹജ്ജിൻ്റെയും നിയമം വന്നപ്പോൾ, സഫാ മറുവക്കിടയിൽ നിങ്ങൾ 7 തവണ നടക്കണം എന്ന നിയമം വന്നപ്പോൾ സ്വഹാബിമാരുടെ മനസ്സിലൊരു വേദനയുണ്ടായിരുന്നു. റബ്ബേ, ജാഹിലിയ കാലം, അജ്ഞാനകാലം, അറിവില്ലാത്ത കാലം, ബിംബാരാധനയ്ക്ക് വേണ്ടി ഇസാഫിനെ പൂജിക്കാനും നായിലയെ പൂജിക്കാനും വേണ്ടി ഞങ്ങൾ വന്നിരുന്ന 2 ഇടങ്ങൾ, അതിൻ്റെ മുകളിൽ സഈന്റെ ഭാഗമായി സഫയുടെ മുകളിലും മറുവയുടെ മുകളിലും കയറണമെന്ന് പറയുമ്പോൾ ആ ജാഹിലിയത്തിൻ്റെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ ഇങ്ങനെ തേട്ടി വന്ന് സ്വഹാബത്തിന് വിഷമമുണ്ടായിരുന്നു. ആ വിഷമം നിങ്ങൾ ഗൗനിക്കേണ്ടതില്ല എന്ന് പറയാനാണ് പരിശുദ്ധ ഖുർആൻ സഫാ മറുവക്കിടയിൽ സഈ ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് ഫലാ ജുനാഹ അലൈഹി, അവർക്ക് വിരോധമില്ല എന്ന വാക്ക് പറയാൻ കാരണം, അവിടെ സഫാ മറുവക്കിടയിൽ നടക്കൽ നിർബന്ധമാണെങ്കിലും സഈ നിർബന്ധമാണെന്നിരിക്കെ ഫമൻ ഹജ്ജൽ ബൈത വഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ. ആ സഫാ മറുവക്കിടയിൽ നടക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന പ്രയോഗം അല്ലാഹു ഉപയോഗിച്ചത് നടക്കുന്നത് വിരോധമില്ല എന്നല്ല, നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമമില്ല, അതിന് യാതൊരു ഗൗരവം കൊടുക്കേണ്ടതില്ല, സാരമില്ല. ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഈ ചെയ്യുമ്പോൾ സഫാ കുന്നിൻ്റെയും മർവ കുന്നിൻ്റെയും മുകളിൽ കയറി ഇറങ്ങുന്നത് വരെ ഓതൽ സുന്നത്തുള്ള ആയത്താണല്ലോ ഇത്. ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ വമൻ തതവഅ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്. സഫയും മർവയും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട 2 ദൃഷ്ടാന്തങ്ങളാണ്. ഫമൻ ഹജ്ജൽ ബൈത വഅ്തമറ, പരിശുദ്ധമായ ഹജ്ജ് ഉംറയോ നിർവഹിക്കാൻ വരുന്നവർ ഫലാ ജുനാഹ അലൈഹി അൻ യത്തവഫ ബിഹിമാ, സഫാ മറുവക്കിടയിൽ സഈ ചെയ്യൽ നിർബന്ധമാണ്. എന്നാൽ അല്ലാഹു ഉപയോഗിച്ച വാക്ക് സഫാ മറുവക്കിടയിൽ സഈ ചെയ്യുന്നത് വിരോധമില്ല എന്നാണ്. അത് സഈ വിരോധമില്ല എന്നല്ല അതിനർത്ഥം.
അവിടെ വരുന്നതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള വിഷമം അത് സാരമാക്കേണ്ടതില്ല. കാരണം നിങ്ങൾ പണ്ട് ബിംബാരാധനക്ക് പോയതായിരുന്നു എന്ന നിങ്ങളുടെ തോന്നലിന് പ്രസക്തിയില്ലാതെ കഴിഞ്ഞില്ലേ? അത് എടുത്തു മാറ്റി കളഞ്ഞില്ലയോ? അത് വൃത്തിയാക്കി കളഞ്ഞില്ലേ? ഇനി എന്തിനാണത് ഓർത്തു നിൽക്കുന്നത്? അതുകൊണ്ടാണ് അല്ലാഹു ഫലാ ജുനാഹ അലൈഹി എന്ന് പ്രയോഗിക്കാൻ കാരണം. നിങ്ങൾക്കവിടെ തവാഫ് സഅയ് ചെയ്യുന്നത് കുഴപ്പമില്ല എന്ന് തോന്നിപ്പോകും അർത്ഥത്തിൽ. അതങ്ങനെയല്ല. തവാഫ് കഴിഞ്ഞ് സഅയ് ചെയ്യൽ നിർബന്ധമാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ആ തോന്നലിന് സാരമില്ല. അതാണ് ഫലാ ജുനാഹ അലൈഹി. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഹബീബായ നബി തങ്ങൾ സഫാ മർവക്കിടയിൽ നടക്കുന്ന ഒരു രംഗമുണ്ട്. മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു ഹബീബിൻ്റെ കൂടെയുണ്ട്. ഫലമ്മാ മറർത്തു, ഹബീബായ നബി തങ്ങൾ കഅബാലയത്തിൻ്റെ അരികത്തുള്ള ഇസാഫ്നാഇൽ നിൽക്കുന്ന ആ ഒരു മലയുടെ മുകളിൽ സഫയുടെയും മർവയുടെയും മുകളിലേക്ക് നടന്നു പോയപ്പോൾ സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്, ഹബീബിൻ്റെ പോറ്റുപുത്രനായിരുന്നവർ. ഞങ്ങളതിനിടയിലൂടെ നടക്കുമ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെയുണ്ട്. ഞാൻ ആ ബിംബത്തെയൊന്ന് തടവി. ഇസ്ലാം നബിതങ്ങൾ നബിയാകുന്നതിൻ്റെ മുമ്പ്, പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പ് ഞാൻ ആ ബിംബത്തെയൊന്ന് തടവി. സയ്യിദ് ഇബ്നു ഹാരിസ എന്നവർ പറയാ, ഞാനതിനെ തടവിയപ്പോൾ ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, ലാ തമസ്സഹ്, നിങ്ങൾ ആ ബിംബത്തെ തടവരുത്. കാരണം ഹബീബാ നബി തങ്ങൾ തൗഹീദ് പ്രചരിപ്പിക്കാൻ പോകുന്ന റസൂലാണ്. ഒരു ബിംബാരാധനയോ ദൈവം അല്ലാഹുവേതര ദൈവങ്ങളെയോ അംഗീകരിക്കാൻ ഹബീബാ നബി തങ്ങൾക്ക് സാധ്യമല്ല. ഹബീബാ നബി തങ്ങൾ ശിർക്ക് നടക്കുന്ന സാഹചര്യത്തിൽ, ജാഹിലിയത്തിൽ പോലും സയ്യിദ് എന്നവരോട് തൊടല്ലേ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ വീണ്ടും അതിനിടയിലൂടെ നടന്നു. ആ നടക്കുന്നതിനിടയിൽ എൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ, എന്ത് സംഭവിക്കും എന്നെനിക്കൊന്നറിയണം. അങ്ങനെ ഫമസഹ്തുഹു, ഞാൻ രണ്ടാമതും തിരിച്ചു നടക്കുമ്പോൾ ഇസാഫിനെയോ നായിലയെയോ ഒന്ന് തടവി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, അവലം തുൻഹ, നിന്നോടല്ലയോ സയ്യിദേ അത് ചെയ്യരുത് എന്ന് ഞാൻ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് എന്നവരോട് ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായിരുന്നു ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് പഠിപ്പിക്കാൻ വന്ന നബി. നാട്ടുകാർ മുഴുവനും ബിംബാരാധന ചെയ്തപ്പോൾ കഅബാലയത്തിൻ്റെ ഉള്ളിലും പുറത്തുമായി 360 ബിംബങ്ങൾ ഉണ്ടായിരുന്ന കാലം ഒരു ബിംബത്തെയും തൊഴുകയോ തലോടുകയോ ആരാധിക്കുകയോ നമിക്കുകയോ സുജൂദ് ചെയ്യുകയോ പുണ്യ റസൂൽ ചെയ്തിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറഞ്ഞ ഹനീഫി ഹനീഫി ആശയത്തിൽ ജീവിച്ച ആള്, ഹനഫി അല്ല, അത് അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബാണ്. ഹനീഫികൾ എന്ന് പറയുന്നൊരു വിഭാഗം മക്കയിലുണ്ടായിരുന്നു. ഹനീഫികൾ, അവരിൽപ്പെട്ട ആളാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയണം. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹം ഹനീഫിയാണ്. ഹനീഫികൾ എന്ന് പറഞ്ഞാൽ മക്കയിലുണ്ടായിരുന്ന ഒരു വിഭാഗം ആളുകൾ. അവർ മനസ്സിലാക്കി, മക്കക്കാരുടെ മതമല്ല ശരിയായ മതം, മക്കക്കാർ ചെയ്തു കൂട്ടുന്ന ആരാധന ശരിയായ ആരാധനയല്ല എന്നും അവർക്കറിയാം. എന്നാൽ സത്യമതം മറ്റെന്തോ ആണ്. അതേതാണ് അതറിയില്ല. അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് ഇങ്ങനെയാണ് എന്നവർ, മക്കക്കാർ ചെയ്യുന്ന പൂജയല്ല ആരാധന എന്ന് ഇവർക്കറിയാമായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് അവർക്കറിയില്ലായിരുന്നു. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റഹ്മത്തുള്ളാഹി അലൈഹി കഅബാലയത്തിൻ്റെ മുന്നിലേക്ക് മുഖം തിരിഞ്ഞ് സുജൂദ് നമ്മൾ ഇന്ന് ചെയ്യുന്ന പോലെ മണ്ണിൽ തലവെച്ച് കടന്നുകൊണ്ട് മഹാനവറുകൾ പറയുമായിരുന്നു, അല്ലാഹുവേ നിന്നെ ആരാധിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയില്ല റബ്ബേ. പക്ഷേ നീ ഒരു ബിംബത്തിൽ അടങ്ങിയവനല്ല, ഒരു ബിംബത്തിന്റെ രൂപമല്ല നിന്റെ രൂപം, നിനക്ക് രൂപങ്ങളില്ല, ഞങ്ങൾ വിചാരിക്കുന്ന ഒന്നുപോലെയുമല്ല റബ്ബേ, നീ എന്നും എനിക്കറിയാം. എന്നാൽ നിന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ശരിയായ വിധം എന്താണെന്ന് ഞങ്ങൾക്കറിയുകയായിരുന്നുവെങ്കിൽ അതിൽ ഏറ്റവും നല്ല രീതിയിൽ നിനക്ക് ഞാൻ ആരാധന ചെയ്യുമായിരുന്നു റബ്ബേ. പക്ഷേ എനിക്കതറിയാൻ പറ്റുന്നില്ല എന്ന് മഹാനവറുകൾ സുജൂദിൽ കിടന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞ് കരയുന്നത് നാട്ടുകാർ കേൾക്കാറുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിക്കുന്നതിൻ്റെ മുമ്പ് സയ്യിദ് ഇബ്നു അംർ എന്നവർ വഫാത്തായിട്ടുണ്ട്. ആ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്നവരെ പുണ്യനബിക്ക് വഹി കിട്ടുന്നതിൻ്റെ മുമ്പ്
ബഹുമാനപ്പെട്ടവർ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കണ്ടുമുട്ടിയ ഒരു രംഗമുണ്ട്. ഹബീബായ നബി തങ്ങൾക്ക് വേണ്ടി സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ ഒരു സുപ്ര വിരിച്ചു. ആ സുപ്രയിൽ മാംസമുണ്ട്. ഫഅബാ അൻ യഅകുല മിൻഹു, അവിടെ വെച്ചിരുന്ന മാംസം കഴിക്കാൻ ഹബീബായ നബി സമ്മതിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, ഇന്നി ലാ ആകുലു മിമ്മാ തദ്ബഹൂന അലാ അൻസാബിക്കും, നിങ്ങളുടെ ബിംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അറുക്കുന്ന, ബിംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നേർച്ചയാക്കുന്ന, ബിംബങ്ങൾക്ക് വേണ്ടി ബിംബങ്ങളുടെ പുണ്യം ലഭിക്കാൻ, അള്ളാന്റെ പുണ്യമല്ല, ബിംബങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഈ ആരാധനയുടെ ഭാഗമായി നിങ്ങൾ അറുക്കുന്ന മൃഗങ്ങളെ, അതിൻ്റെ മാംസം, വലാ ആകുലു മിമ്മാ ലം യുദ്കരിസ്മുല്ലാഹി അലൈഹി, അള്ളാഹുവിൻ്റെ നാമം ജപിക്കപ്പെടാത്ത ഹലാലല്ലാത്തത് ഞാൻ കഴിക്കുകയില്ല എന്ന് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്നവരെ മറുപടി പറഞ്ഞു, മുഹമ്മദ് എന്നവരെ, ഞാനും അങ്ങനെ തന്നെയാണ്. ഇത് ഏതെങ്കിലും ഒരു ബിംബത്തിന് വേണ്ടി അറുത്തതല്ല, ഇത് നിങ്ങളെ സൽക്കരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യാൽ അറുത്തതാണ്, അതുകൊണ്ട് ധൈര്യമായി കഴിച്ചോളൂ എന്ന് ഹബീബായ നബി തങ്ങൾക്ക് ഉറപ്പ് കൊടുത്തതിന് ശേഷമാണ് നബി തങ്ങൾ ആ ഭക്ഷണം കഴിച്ചത്. നോക്കണം, ഹലാല് കഴിക്കണമെന്നും ഹറാമ് തുടരുത് എന്നും പുണ്യനബി തങ്ങൾക്ക് ശാഠ്യമുണ്ടായിരുന്നു. ഹബീബ് അങ്ങനെയാണ് വളർന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആട്ടിടയന്മാർ മലഞ്ചെരുവുകളിൽ ആടുകളെ മേച്ചു നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആട്ടിടയന്മാരുടെ വിസിൽ വിളിക്കുന്ന ശബ്ദം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെവിയിൽ അങ്ങനെ അടിച്ചു വരുമ്പോൾ, ചെവിയിലേക്ക് വരുമ്പോൾ കേൾക്കുമ്പോൾ ഹബീബായ നബി തങ്ങൾ ചെവി പൊത്തി നടക്കുമായിരുന്നു. അന്നൊരു കല്യാണം നടക്കുമ്പോൾ, ഒരു വിവാഹ സദ്യ നടക്കുമ്പോൾ, വിവാഹമേള നടക്കുമ്പോൾ മക്കയുടെ ദൂരെയുള്ള ഒരു മലഞ്ചെരുവിൽ ഹബീബായ നബി തങ്ങൾ ആ വിവാഹത്തിന് കാണാൻ കൗതുകത്തോടെ ഒരു കൊച്ചുകുട്ടിയായി ചെന്നപ്പോൾ അവിടെ വാദ്യമേളങ്ങളുണ്ട്, അവിടെ ചെണ്ടമുട്ടുന്നുണ്ട്, പാട്ടുപാടുന്നുണ്ട്, വീണ വായിക്കുന്നുണ്ട്. പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ആ വിവാഹത്തിലേക്ക് ഞാൻ നടന്നു പോയതെനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ സുമ്മ അനാമനില്ലാഹ്, അള്ളാഹു എന്നെ കിടത്തി ഉറക്കുകയാണുണ്ടായത്. ഞാൻ പിന്നെ എണീക്കുന്നത്, കൊച്ചുകുട്ടിയായിരുന്ന കാലം ഞാൻ എണീക്കുന്നത് സൂര്യൻ്റെ പ്രകാശം കണ്ടുകൊണ്ടാണ്. സൂര്യപ്രകാശം കണ്ടപ്പോഴാണ് ഞാൻ ഉണരുന്നത്. ആ വിവാഹത്തിലേക്ക് ഞാൻ എത്തിയിട്ടില്ല, ഞാൻ അങ്ങോട്ട് ലക്ഷ്യമായി പോകുന്നതാണ്. എന്നാൽ അള്ളാഹു എൻ്റെ ചെവികൾക്ക് അത് കേൾക്കാൻ അവസരം നൽകിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് മഹാന്മാർ ഹബീബാ നബി തങ്ങൾ നുബുവത്തിന്റെ മുമ്പും ശേഷവും പ്രവാചകന്മാർ മുഴുവനും അങ്ങനെയാണെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. പ്രവാചകത്വത്തിന്റെ മുമ്പും ശേഷവും അവർക്ക് ഇസ്മത്ത് അല്ലാഹു നൽകുന്നുണ്ട്. അല്ലാഹു അവരെ പാപസുരക്ഷിതരാക്കിയിട്ടാണ് വളർത്തുന്നത്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹ് മുസ്ലിമിൽ ഒരു ചരിത്രമുണ്ട്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബി തങ്ങളുടെ എളാപ്പയാണ് അബ്ബാസ് എന്നവരെ. തങ്ങളെക്കാൾ ചെറിയൊരു വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. അബ്ബാസ് റളിയല്ലാഹു അൻഹു കഥ പറയുന്നു, സ്വഹീഹ് മുസ്ലിമിൽ കാണാം, ലമ്മാ ബുനിയത്തിൽ കഅബ, കഅബാലയം പുനരുദ്ധാരണം നടക്കുന്ന കാലം, ദഹബൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ അബ്ബാസ് യൻഖുലാൻ ഹിജാറ. പുണ്യ നബി തങ്ങളും അബ്ബാസ് എന്നവരും റളിയല്ലാഹു അൻഹു കല്ലുകൾ ചുമന്നുകൊണ്ട് കഅബാലയത്തിന്റെ പടവിന് വേണ്ടി കല്ലുകൾ കൊണ്ടുവരുന്ന സമയം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ തോളിൽ ഒരു തുണി പോലുമില്ലാതെ ഹബീബാ നബി തങ്ങൾ കല്ല് വെച്ച് നടക്കുമ്പോൾ ആ പരിശുദ്ധമായ പുമേനിയിൽ മുറിവുണ്ടാകുമോ എന്ന് പേടിച്ച് അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുണ്യ നബിയോട് പറഞ്ഞു, ഇജ്അൽ ഇസാറക അലാ ആതിഖിക മിനൽ ഹിജാറ. കല്ല് വെക്കുന്നതിനിടയിൽ കല്ലിൻ്റെ താഴെ വരത്തക്ക വിധം നിങ്ങളുടെ അരമുണ്ട് ഒന്ന് പൊക്കിപ്പിടിച്ച് നിങ്ങളൊന്ന് തോളിൽ വെച്ച് അതിൻ്റെ മീതെ കല്ല് വെച്ചോളൂ. മുഹമ്മദ് നബിയെ, മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് നബി അല്ലല്ലോ, അന്ന് നബി തങ്ങൾ ചെറിയ പ്രായമാണ്. പുണ്യ നബിയോട് അബ്ബാസ് എന്നവർ പറഞ്ഞു, അങ്ങയുടെ അരമുണ്ട് ഒന്ന് പൊക്കിയെടുത്തിട്ട് അങ്ങ് തോളിൽ വെച്ചേക്കണം, അതിൻ്റെ മീതെ കല്ല് വെച്ച് കൊണ്ടുവന്നാൽ അങ്ങേക്ക് മുറിവുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഫഫഅല, ഹബീബാ നബി തങ്ങൾ അവിടുത്തെ അരമുണ്ട് ഒന്ന് മേലോട്ട് ഉയർത്തി വെച്ചതാണ് നബിക്ക് ഓർമ്മയുള്ളത്. ഫഫഅല ഫഖറ ഇലൽ അർള്. പുണ്യ നബി തങ്ങൾ
ബോധരഹിതരായി വീഴുകയാണുണ്ടായത്. ഹബീബാ നബി തങ്ങളുടെ കണ്ണുകൾ മലക്കം മറിഞ്ഞു പോകുന്നത് അബ്ബാസ് എന്നവർ കണ്ടു. എന്നിട്ട് പറഞ്ഞു, എന്റെ വസ്ത്രം എന്റെ വസ്ത്രം, എന്റെ അരവസ്ത്രം എന്റെ അരവസ്ത്രം, അരമുണ്ട് എന്ന് ഇസാരി എന്റെ വസ്ത്രം എന്ന് നബി തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടു. ഫശദ്ദ അലൈഹി ഇസാറഹു, കാലിന്റെ മുട്ടിന്റെ മുകളിൽ ഹബീബിന്റെ ശരീരം കണ്ടുപോയത് ഹബീബായ നബി തങ്ങൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ഇത് കൊച്ചുനാളിലെ ചരിത്രമാണിത്. സ്വഹീഹ് മുസ്ലിമിൽ ഈ സംഭവമുണ്ട്. ആ നേരം പുണ്യനബി ബോധം കെട്ടി വീഴുകയാണ്. ഹബീബാ നബി തങ്ങളുടെ ഔറത്ത് മറ്റൊരാൾ കാണുന്നത് പോലും ഹബീബിന് ഇഷ്ടമല്ലായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുൽ, ഒരു പുരുഷനും ഒരു പുരുഷന്റെയും ഔറത്ത് നോക്കരുതേ എന്ന് റസൂലുള്ളാഹ്. വലൽ മർഅതു ഇലാ ഔറത്തിൽ മർഅ, ഒരു പെണ്ണും മറ്റൊരു പെണ്ണിന്റെ ഔറത്ത് കാണാൻ പാടില്ല. അവൾ മുസ്ലിമാണെങ്കിലും അല്ലെങ്കിലും. ഏതെല്ലാം തരത്തിലുള്ള ചിത്രങ്ങളും വീഡിയോകളും നമ്മുടെ കൺമുമ്പിൽ പ്രചരിക്കുന്ന കാലം. ഒരു ആണും ഒരാണിൻ്റെയോ ഒരു പെണ്ണും ഒരു പെണ്ണിൻ്റെയോ പാടില്ലെന്നിരിക്കെ ആണ് പെണ്ണിൻ്റെയും പെണ്ണ് ആണിൻ്റെയും കാണുന്നതിൻ്റെ വിധി എത്ര ഗൗരവമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, അൽ ഫഖിദു ഔറാ, പുരുഷന്മാരുടെ കാൽമുട്ടിൻ്റെ മേലെയുള്ള ഭാഗം ഔറത്താണ്, അത് മറക്കേണ്ടതാണ്. കൊച്ചുനാളിൽ നബി പോലും ആയിട്ടില്ലാത്ത കാലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തിൽ നിന്ന് ആ ഒരു വസ്ത്രം നീങ്ങിപ്പോയത് വേദനയോടെ കണ്ട റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അഷ്റഫുൽ ഖൽഖിൻ്റെ പരിശുദ്ധമായ സ്വഭാവ ഗുണങ്ങൾ, അവിടുത്തെ പ്രകാശം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പ്രകാശമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യുന്നത്. അവിടുന്ന് ലോകത്തിന് നൽകിയ നുബുവ്വത്തിന്റെ പ്രകാശം, ഒരു മനുഷ്യനും ഒരു പ്രവാചകനും പറഞ്ഞിട്ടില്ലാത്ത ഹിക്മത്തിന്റെ വചനങ്ങൾ. ഖാഫ് വൽ ഖുർആനിൽ മജീദ്, പരിശുദ്ധമായ ഖുർആൻ, ആശയസമ്പുഷ്ടമായ ഖുർആൻ, തത്വജ്ഞാനങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഖുർആൻ. ഈ വിശുദ്ധമായ ഖുർആനിനെ തന്നെയാണ് സത്യം. വിശുദ്ധ നബിയെ അങ്ങ് അല്ലാഹുവിൻ്റെ റസൂല് തന്നെയാണ്. ബൽ അജിബൂ അൻ ജാഅഹും മുൻദിറും മിൻഹും ഫഖാലൽ കാഫിറൂന ഹാദാ ശൈഉൻ അജീബ്. ഇങ്ങനെയാണ് ഞങ്ങൾക്കിടയിൽ നിന്നൊരു പ്രവാചകൻ വരുന്നത് എന്ന് അത്ഭുതത്തോടെ നോക്കിയവർക്ക് അള്ളാഹു നൽകുന്ന മറുപടി, എൻ്റെ പ്രവാചകൻ തന്നെയാണ് എന്നതിൻ്റെ തെളിവ് ഈ പ്രകാശമായ വിശുദ്ധ ഖുർആൻ. എൻ്റെ വിശുദ്ധ ഖുർആൻ കയ്യിൽ പിടിച്ചുകൊണ്ടല്ലയോ നബി തങ്ങൾ നിങ്ങളിലേക്ക് വന്നത്. ആ ഹബീബിൻ്റെ സ്വഭാവം നിങ്ങൾക്കറിയില്ലായിരുന്നോ? അവിടുന്നല്ലയോ അൽ അമീൻ എന്നറിയപ്പെട്ടിരുന്നത്? ആ പ്രവാചകരെയല്ലയോ നിങ്ങളുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ നിങ്ങൾ ഏൽപ്പിച്ചിരുന്നത്? ആ പ്രവാചകനെയല്ലേ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ നിങ്ങൾ വിളിച്ചത്? എവിടെയാണ് ഹജറുൽ അസ്വദ് വെക്കേണ്ടത് എന്ന തർക്കം മൂർച്ഛിക്കുകയും അതൊരു യുദ്ധത്തിലേക്ക് എത്തുന്ന തരത്തിൽ അത് ഗൗരവമേറുകയും ചെയ്തപ്പോൾ ആരാണോ മസ്ജിദുൽ ഹറാമിലേക്ക് ആദ്യമായി കടന്നു വരുന്നത് ആ മനുഷ്യൻ വിധി കൽപ്പിക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞത്, അല്ലാഹു കാന അംറൻ മഖ്ദിയ, അല്ലാഹു നിശ്ചയിച്ചൊരു കാര്യം റബ്ബ് നടപ്പാക്കാനായിരുന്നു നിങ്ങളുടെ ചിന്തകളിൽ അങ്ങനെ ഒരു ആശയം തന്നെ അല്ലാഹു ഇട്ടുവെച്ചത്. ആ പരിശുദ്ധമായ വാതിലുകളിലൂടെ കടന്നു വന്നത് ആരായിരുന്നു? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പരിശുദ്ധമായ കൈകൊണ്ട് ഹജറുൽ അസ്വദ് ആ വസ്ത്രത്തിൻ്റെ മധ്യത്തിലേക്ക് വെക്കുകയും ആ വസ്ത്രത്തിൻ്റെ 4 മൂലകളും 4 ഗോത്രത്തിൻ്റെയും നേതാക്കന്മാരുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കഅബാലയത്തിൻ്റെ അരികത്തേക്ക് വരാൻ പറയുകയും ചെയ്യുമ്പോൾ ഹബീബായ നബി തങ്ങൾക്ക് 20-ൽ ചില്ലാനും പ്രായമാണ് വയസ്സ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിങ്ങൾ കണ്ടിരുന്നത് പുണ്യ റസൂലിലായിരുന്നില്ലേ? ആ ഹബീബിൻ്റെ പരിശുദ്ധമായ തിരുമുഖം മുൻനിർത്തി പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നില്ലേ? മക്കക്കാർക്ക് മഴ വേണമെന്ന് പറയുമ്പോൾ അബൂ ത്വാലിബ് എന്നവരെ ഈ കൊച്ചുകുട്ടിയെ മുൻനിർത്തി ദുആ ചെയ്യുമായിരുന്നു. മക്കക്കാർക്ക് മഴ ലഭിക്കുമായിരുന്നു. ഹബീബായ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യതീമുകളുടെ അഭയമാണ്.
വിധവകളായ പെണ്ണുങ്ങൾക്ക് അഭയവും സംരക്ഷണവും നൽകിയ നബി ആ പരിശുദ്ധ റസൂലിന്റെ പരിശുദ്ധമായ മുഖം മുൻനിർത്തി അള്ളാഹുവിനോട് ദുആ ചെയ്തപ്പോൾ അബൂ ത്വാലിബിന്റെ കാലഘട്ടത്തിൽ പോലും മഴ ലഭിച്ചിട്ടുണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. നിങ്ങൾക്കിതാ വന്നിരിക്കുന്നു എന്ന് പുണ്യനബി തങ്ങളുടെ വരവിനെ കുറിച്ച് അള്ളാഹു ഇത്രമേൽ സന്തോഷത്തോടെയാണ് നമ്മളോട് പറയുന്നത്. ആ ഹബീബിന്റെ ജന്മം നടന്ന പരിശുദ്ധമായ മാസമാണിത്. അവിടുന്ന് ജനിച്ച ദിവസത്തിന് പ്രത്യേകതയുണ്ടെങ്കിൽ, അവിടുന്ന് ജനിച്ച നാടിന് പ്രത്യേകതയുണ്ടെങ്കിൽ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാലെടുത്ത് വെച്ച ഓരോ മണൽത്തരിക്കും പ്രത്യേകതയുണ്ട്. സ്വല്ലല്ലാഹു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അലിയാരേ അലിയാരേ, മഹാനായ അലി തങ്ങളെ വിളിച്ചുകൊണ്ടാ തങ്ങൾ പറയുന്നത്, യാ അലി ഇന്നി ലഅരിഫു ഹജറൻ ബിമക്ക കാനത് തുസല്ലിമു അലയ്യ ഖബ്ല അൻ നുബഅസ്. അലിയാരേ, മക്കയിൽ ഒരു പാറക്കഷ്ണം എനിക്ക് കണ്ടാൽ അറിയാം. ആ പാറയുടെ അരികിലൂടെ ഞാൻ നടന്നു പോകുമ്പോൾ എനിക്ക് 40 വയസ്സെത്തുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അരികത്തുകൂടെ പോകുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ തിരുദൂതരെ നിങ്ങൾക്ക് റബ്ബിൻ്റെ സലാം ഉണ്ടാകട്ടെ എന്ന് ഒരു കല്ലെന്നോട് പറഞ്ഞിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അലിയെ, എൻ്റെ കൂടെ വന്നാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നുവെന്ന് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് വൃക്ഷങ്ങൾ ഹബീബിന് വേണ്ടി അരികത്തേക്ക് നടന്നു വന്നിട്ടുണ്ട്. എത്രയോ സ്വഹീഹായ ഹദീസുകൾ. ജാഅത് ലിദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. കാലുകളില്ലാതെ വൃക്ഷങ്ങൾ അവയുടെ തടികളാൽ പുണ്യനബി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെയും അബൂ ഹുറൈറ തങ്ങളുടെയും സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെയും ജാബിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെയും റിവായത്തുകളിൽ പുണ്യ റസൂലുള്ളാഹി തങ്ങൾക്ക് വേണ്ടി വൃക്ഷങ്ങൾ തങ്ങളുടെ മുമ്പിലേക്ക് മണ്ണ് കിളച്ചു നീക്കി വന്നത് അവർ കണ്ടതിൻ്റെ അനുഭവങ്ങൾ പറയുന്നുണ്ട്. പുണ്യനബി തിരിച്ചു പോകാൻ പറഞ്ഞപ്പോൾ അവകൾ തിരിച്ചു പോയിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മറയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബിന് വേണ്ടി തണൽ വിരിക്കാൻ വൃക്ഷങ്ങൾ കുനിഞ്ഞു കൊടുക്കുന്നത് നേരിൽ കണ്ടവരാണ് സ്വഹാബിമാർ. അത് കഴിഞ്ഞ് ഇദ്ഹബാ, നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ 2 വൃക്ഷവും നടന്നു നീങ്ങുന്ന പോലെ മുഅ്ജിസത്ത് നടന്നതും സ്വഹാബിമാർ കണ്ടിട്ടുണ്ട്. അജഅതിൽ ദഅവതിഹിൽ അഷ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. പുണ്യനബി വിളിച്ചപ്പോൾ സുജൂദ് ചെയ്തുകൊണ്ട് തലകുനിച്ചുകൊണ്ട്, ഹബീബേ, അങ്ങയുടെ മുമ്പിലേക്ക് വൃക്ഷങ്ങൾ നടന്നു വന്നില്ലയോ? തംശി ഇലൈഹി അലാ സാഖിം ബിലാ ഖദമി. നടക്കാൻ കാലുകളില്ലാഞ്ഞിട്ടുകൂടെ ആ വൃക്ഷത്തിന്റെ തടിയാൽ കിളച്ചു കയറി വന്നിട്ടില്ലയോ നബിയേ? ഹബീബാ നബി തങ്ങളുടെ സ്പർശം നഷ്ടപ്പെട്ടപ്പോഴാണ് മദീന പള്ളിയിൽ ചാരി വെച്ചിരുന്ന ഉണങ്ങിയ മരക്കഷ്ണം, ഹദീസുൽ ജിദ്അ, മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ആ ഹദീസ് പഠിപ്പിക്കുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു അത്രേ. ആ ഒരു മരത്തടി, ഹബീബായ തങ്ങൾ ഖുത്ബയോദാൻ വേണ്ടി ചാരി നിന്നിരുന്ന മരത്തടി ചരിത്രം നിങ്ങൾ കേട്ടതും സ്വഹീഹുകളിൽ, സ്വഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും അടക്കം വന്ന പരിശുദ്ധമായ ചരിത്രം. ആ പരിശുദ്ധമായ ആ ഒരു മരത്തടിയിലേക്ക് ചാരി നിന്ന നബിതങ്ങൾക്ക് വേണ്ടി മിമ്പർ ഉണ്ടാക്കിയപ്പോൾ അത് പുറത്തേക്ക് മാറ്റിവെച്ചപ്പോൾ ആ വൃക്ഷം കരഞ്ഞില്ലയോ? അത് ഉണങ്ങിയ വൃക്ഷമാണ്, വൃക്ഷത്തടിയാണത്. യഹിന്നു കഹനീനി തുഫിലി, ഒരു കൊച്ചു കുഞ്ഞ് കരയുന്ന പോലെ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഞങ്ങൾ കേട്ടു. ജുമുഅ നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളെല്ലാം ഹബീബിൻ്റെ കൂടെ ഓടിക്കൂടി നോക്കുമ്പോൾ മദീന പള്ളിയുടെ പുറത്ത് ചാരി വെച്ച മരത്തടിയാണത്. ആ മരത്തടിയോട് ഹബീബാ നബി തങ്ങൾ കയ്യിൽ തലോടിക്കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്.
എന്നിട്ട് ആ മരത്തിൻ്റെ തേങ്ങൽ അടങ്ങുന്നതും ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ചോദിച്ചു, നബിയേ, എന്താണങ്ങ് ആ മരത്തടിയോട് പറഞ്ഞത്? ഞാൻ അതിനോട് പറഞ്ഞത്, നാളെ എൻ്റെ കൂടെ സ്വർഗത്തിൽ വരാൻ നിനക്കിഷ്ടമല്ലയോ? അതേ നബി എന്ന് സമ്മതിക്കുകയും അതിൻ്റെ കരച്ചിൽ നിർത്തുകയും ചെയ്തു. ഒരു മനുഷ്യനെ മറവ് ചെയ്യുന്ന പോലെ ആ മരത്തടിയെ മണ്ണിൽ കുഴിച്ചിടാൻ പറഞ്ഞു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനെങ്ങാനും ആ മരത്തടിയെ തടവിയില്ലായിരുന്നുവെങ്കിൽ ലഹന്നതി ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ അത് കരയുമായിരുന്നു അത്രേ. ഈ ഹദീസ് ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോൾ ഹസനുൽ ബസ്രി തങ്ങൾ പറയും, മുഅ്മിനുകളെ, ഈമാൻ തുടിക്കുന്ന ഈമാനിന്റെ വെളിച്ചമുള്ളവരെ, ഹാദൽ ജിദ്ഉ, ഇത് ജീവനില്ലാത്ത മരത്തടിയാണ്. ജീവനില്ലാത്ത മരത്തിന്റെ തടി. ഈ സംഭവം മുതവാത്തിറായ സംഭവമാണത്രേ. അതായത് തലമുറകൾക്ക് കൈമാറിയത്. ഒരു വ്യക്തി, ഒരു ഉസ്താദ് തൻ്റെ ശിഷ്യനല്ല, ശിഷ്യൻ തൻ്റെ ശിഷ്യനല്ല, അങ്ങനെ ഓരോരുത്തരായി കൈമാറിയ ചരിത്രമല്ല ഇത്. നിഷേധിക്കാൻ കഴിയാത്ത വിധം 1000 ആളുകൾ 1000 അടുത്ത തലമുറയിലേക്ക് കൈമാറിയവർ, 1000 ആളുകളിലേക്ക് തൊട്ടടുത്ത തലമുറയിലേക്ക്, അങ്ങനെ അവർ ആയിരക്കണക്കിന് ആളുകൾ. അങ്ങനെ മുതവാത്തിർ, ഒരു നിലക്കും നിഷേധിക്കാൻ കഴിയാത്ത സംഭവം. ഒരു ജീവനില്ലാത്ത മരത്തടിക്ക് ഹബീബിനോട് ഇങ്ങനെ ഒരു സ്നേഹവും ഹബീബിന്റെ സ്പർശം കൊതിക്കുകയും ചെയ്ത് ആ വൃക്ഷം തേങ്ങിയിട്ടുണ്ടെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ കാണണമെന്നും ഹബീബിന്റെ അരികത്തെത്തണമെന്നും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ദർശിക്കണമെന്നും ഓർത്തുകൊണ്ട് കരയാൻ നമ്മൾ എത്ര ബാധ്യസ്ഥരാണ്. ഒരു മരത്തടി ഇങ്ങനെ കരയുകയാണെങ്കിൽ ജീവനുള്ള ഈമാനുള്ള നമ്മൾ എത്ര കരയണമെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസ് പറയുമ്പോൾ പറഞ്ഞുകൊണ്ട് കരയുമായിരുന്നു അത്രേ. മഹാന്മാരും ഇമാം ഷാഫിഈ തങ്ങൾ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കരയണ്ടയോ? ഒരു വൃക്ഷമല്ലേ കരയുന്നത്?